മംഗളൂരുവിലെ ഗുണ്ടാ നേതാവ് ഹാരിസ് ഹുസൈൻ എന്ന ടാബ്ലറ്റ് ഹുസൈന്റെ കൊലപാതകം പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. കേസിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം. പ്രതികൾ ബംഗളൂരുവിലേക്ക് കടന്നതായാണ് സൂചന. 6 സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇതിനിടയിൽ തൊപ്പി നൌഫലിന്റെ കൂട്ടാളി മുഹമ്മദ് റിഫാത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാരോപിച്ച് ഹുസൈന്റെ മകൻ ഉള്ളാൾ പോലീസിൽ പരാതി നൽകി. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. മംഗളൂരുവിലെ ഗുണ്ടാ നേതാവ് ടാബ്ലറ്റ് ഹുസൈന്റെ കൊലപാതകം 3 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. പ്രതികളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചതായാണ് വിവരം. ഉള്ളാൾ, സൂറത്കൽ, വാമഞ്ചൂർ, ബണ്ട്വാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള 6 സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. കൊലയാളി സംഘം ബംഗളൂരുവിലേക്ക് കടന്നതായാണ് സൂചന. ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പ്രതികൾക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകിയവരെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്നും പോലീസ്. ഇതിനിടയിൽ തൊപ്പി നൌഫലിന്റെ കൂട്ടാളി മുഹമ്മദ് റിഫാത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാരോപിച്ച് ഹുസൈന്റെ മകൻ ഉള്ളാൾ പോലീസിൽ പരാതി നൽകി. കൊലയാളി സംഘം എത്തിയത് വാടകയ്ക്കെടുത്ത വാഹനത്തിലായിരുന്നു. പിന്നീട് ബണ്ട്വാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാഹനം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അവിടെ നിന്നും ഓട്ടോറിക്ഷയിൽ പ്രതികൾ കടന്നുകളഞ്ഞതായാണ് സംശയിക്കുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് തൊക്കോട്ട് ഫ്ലൈ ഓവറിന് മുകളിൽ വെച്ച് കുദ്രോളി സ്വദേശി മത്സ്യവ്യാപാരിയുമായ ഹാരിസ് ഹുസൈനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇയാൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ നിലവിലുണ്ട്. ബന്ദർ പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമാണ് ഹാരിസ്. ബൈക്ക് തടഞ്ഞു നിർത്തിയാണ് ഗുണ്ടാ നേതാവിനെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. 2022 മെയ് 24 ഉച്ചില മുള്ളുകുഡയിൽ വെച്ച് ഹാരിസ് ഹുസൈനെ തൊപ്പി നൌഫലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ചിരുന്നു. അന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. 2025 നവംബറിൽ ഉപ്പള റെയിൽവേ ഗേറ്റിന് സമീപം തൊപ്പി നൌഫലിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ മഞ്ചേശ്വരം പോലീസ് പിന്നീട് ഇത് റെയിൽവേ അപകടമായി രജിസ്റ്റർ ചെയ്ത് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിനെതിരെ നൌഫലിന്റെ കുടുംബവും സുഹൃത്തുക്കളും നേരത്തെ രംഗത്തെത്തിയിരുന്നു. തൊപ്പി നൌഫലിന്റെ മരണത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ആരിഫ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയുടെ പിതാവുമായി ഹാർബറിൽ വെച്ച് തർക്കവുമുണ്ടായതായും വിവരമുണ്ട്. ഇതാണോ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.